സംസ്ഥാനത്ത് വീണ്ടും പാഴ്സൽ തട്ടിപ്പ്. പാഴ്സലായി അയച്ച സാധന സാമഗ്രികളിൽ MDMA ഉണ്ടെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തുവെന്നാണ് പരാതി. കൊല്ലം സ്വദേശിക്ക് 40 ലക്ഷം രൂപ നഷ്ടമായി. മുംബൈ പോലീസിലെ ഉദ്യോഗസ്ഥരാണെന്നും വിർച്വൽ അറസ്റ്റ് നടത്തിയെന്നും അറിയിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ തട്ടിപ്പ് ഏത് വിധമാണ് പുറത്തറിഞ്ഞത്? അതോടൊപ്പം ഇത് സംബന്ധിച്ച അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം? ശ്രീലക്ഷ്മി, സംസ്ഥാനത്ത് മുൻപും തിരുവനന്തപുരത്ത് ഏതാണ്ട് 30 ലക്ഷം രൂപയിലധികം ഒരു പാർസൽ തട്ടിപ്പ് നടന്നിരുന്നു. അതിനുശേഷം പോലീസ് വലിയ ജാഗ്രതയിലായിരുന്നു. അതിനിടയിലാണ് കൊല്ലം സ്വദേശിയുടെ 40 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തൊരു പാർസൽ തട്ടിപ്പ് കേസ് ഇപ്പോൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. പ്രശസ്തമായ ഒരു കൊറിയൻ കമ്പനിയുടെ കസ്റ്റമർ സർവീസ് സെന്ററിൽ നിന്ന് ഇന്ന് പരിചയപ്പെടുത്തിയാണ് കൊല്ലം സ്വദേശി ആൾക്ക് ഫോൺ കോൾ വന്നത്. പരാതിക്കാരൻ്റെ മുംബൈയിൽ നിന്ന് തായ്ലൻഡിലേക്ക് ഒരു പാർസൽ അയച്ചിട്ടുണ്ടെന്നും അതിൽ പാസ്പോർട്ട്, ക്രെഡിറ്റ് കാർഡ്, ലാപ്ടോപ്പ് എന്നിവ കൂടാതെ 200 ഗ്രാം MDMA കണ്ടെത്തിയതിനാൽ മുംബൈ പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും വിളിച്ചയാൾ അറിയിച്ചു. പാർസൽ അയക്കുന്നതിന് പരാതിക്കാരൻ്റെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഈ വിളിച്ചയാൾ പറഞ്ഞിരുന്നു. എന്നാൽ താൻ മുംബൈയിൽ പോയിട്ടില്ലെന്നും ഇതടക്കമുള്ള കാര്യങ്ങൾ അവാസ്തവമാണെന്നും പോലീസ് സ്റ്റേഷനെ സമീപിക്കാൻ പോവുകയാണെന്നും ഈ കൊല്ലം സ്വദേശി പറഞ്ഞപ്പോൾ ഇത് മുംബൈയിൽ രജിസ്റ്റർ ചെയ്ത കേസാണെന്നും മുംബൈ പോലീസുമായി ബന്ധപ്പെടാമെന്നും അറിയിച്ചു. തുടർന്ന് ഇയാൾ തന്നെ ഇടപെട്ടുകൊണ്ട് മുംബൈ സൈബർ ക്രൈം സെൽ തലവനെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി അയാളുമായി ഫോണിൽ സംസാരിപ്പിച്ചു. മാത്രമല്ല, ഈ പരാതിക്കാരൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ച് 13 സ്ഥലങ്ങളിൽ തീവ്രവാദികൾക്ക് വേണ്ടി അക്കൗണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഈ വിളിച്ചയാൾ കേസ് അന്വേഷിക്കുന്ന IPS ഓഫീസർ എന്ന വ്യാജന മറ്റൊരാൾക്ക് ഫോൺ കൈമാറി. തുടർന്ന് ഇയാളോട്, അതായത് പരാതിക്കാരനെ കൊല്ലം സ്വദേശിയോട് സ്കൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് നടത്തിയ സ്കൈപ്പ് കോളിലാണ് വിർച്വൽ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും തങ്ങളുടെ അക്കൗണ്ട് വിവരം അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കണം എന്നും ആവശ്യപ്പെട്ടത്. അക്കൗണ്ടിലെ പണം നിയമവിധേയമാണോ എന്നറിയാൻ ഫിനാൻസ് വകുപ്പിന്റെ സോഫ്റ്റ്വെയറിൽ പരിശോധിക്കണമെന്നും നിയമവിധേയമാണെങ്കിൽ പണം തിരിച്ചു നൽകുമെന്നും പറഞ്ഞു. തുടർന്ന് അവർ നൽകിയ അക്കൗണ്ടിലേക്ക് ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള പരാതിക്കാരൻ 40,30,000 രൂപ ഓൺലൈനായി അയച്ചു നൽകുകയായിരുന്നു. പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെയാണ് തട്ടിപ്പിന്റെ വിവരം മനസ്സിലായത്. തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇങ്ങനെയുള്ള തട്ടിപ്പ് സംസ്ഥാനത്ത് മുൻപ് കണ്ട് കാര്യമായി പരിചയമില്ല. ഈ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ നടക്കുന്നു. പക്ഷേ ഈ പാർസൽ അയച്ചുള്ള പാർസൽ തട്ടിപ്പ് എന്ന പേരിൽ ഇപ്പോൾ കേരളത്തിൽ ആകെ 4 സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടന്നാൽ പോലീസ് ആസ്ഥാനത്തെ 1933 വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും പാഴ്സൽ തട്ടിപ്പ്. പാഴ്സലായി അയച്ച സാധന സാമഗ്രികളിൽ MDMA ഉണ്ടെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്.